ഒന്നും പേടിക്കില്ല. ശിവദാസനോട് മേടിച്ച് എന്നെ കൊണ്ട് കിട്ടുക വെച്ച് ഞാൻ തരും. അതിന് പേടിക്കേ വേണ്ട. ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആശ തൃപ്പൂണിത്തുറ. ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആശ തൃപ്പൂണിത്തുറ ഇങ്ങനൊരു സാധനം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവരുടെ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്നൊരു സാധനം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല, സംഭാവന ചെയ്തു. ഇത് നമുക്കൊരു ആവറേജ്, ഒരു ഏറ്റവും മിനിമം ഒരു 100 പിള്ളേരെന്നുള്ള ചിന്തിക്കുക. ഒരു മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം ജില്ല നടത്തുന്ന ഏകദിന ബോധവൽക്കരണ ക്ലാസും സൗജന്യ തയ്യൽ മിഷൻ വിതരണവും. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് കാശ് മുടക്കുന്നുണ്ട്. ഈ കാശ് മുടക്കാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പ്രവീൺ പ്രണവ് വിഷയത്തിൽ മഴവിൽ കേരളത്തിൽ വന്നൊരു ഒരു വീഡിയോയിൽ ആശ തൃപ്പൂണിത്തറ, ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ആശ തൃപ്പൂണിത്തറ വരികയും ഇത് ഇവരോട് സംസാരിക്കുകയും ഈ പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും അനുവാദം കൂടാതെ അവരുടെ കോൾ റെക്കോർഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ പ്രണവും പ്രവീണും ഇവരെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു, റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വന്നു. ശിവദാസൻ എന്ന് പറയുന്ന ഒരാൾ ഗോപ്രോ മച്ചാൻ്റെ വീഡിയോയിലും മ്യൂച്വൽ സൈക്കോയുടെ വീഡിയോയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഈ ശിവദാസൻ ചേട്ടൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശിവദാസൻ ചേട്ടൻ്റെ മകനെ വിദേശത്തേക്ക് കൊണ്ടു, അതായത് ഇദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനെ വിദേശത്തേക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കാം വാഗ്ദാനം ചെയ്ത് ഈ ആശ തൃപ്പൂണിത്തറ അവരുടെ കയ്യിൽ നിന്ന് 4,70,50,000 രൂപയോളം മേടിച്ചതിന് ശേഷം ഇവരുടെ അടുത്തൊന്നും യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല എന്നാണ് പറയുന്നത്. ഈ വോയിസ് ക്ലിപ്പ് എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഞാൻ മുഴുവനൊന്നും കേൾപ്പിച്ച് ലാഗടിപ്പിക്കുന്നത്. എൻ്റെ പ്രധാന വിഷയം ഇതല്ല, ഇതൊരു ഇൻട്രോയ്ക്ക് വേണ്ടി മാത്രം തരുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ശിവദാസൻ ചേട്ടന് പറയാനുള്ളത് ഒന്ന് കേട്ടിട്ട് പോയോ. ഞാൻ ശിവദാസൻ മേലാറ്റൂര്. 2 ദിവസം മുമ്പ് മഴവിൽ കേരളം എന്ന ചാനലിലൊരു വാർത്ത കാണാനിടയായി. നമ്മുടെ പ്രവീണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവീൺ എന്ന ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്ന 2 പേരുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്നൊക്കെ രീതിയിലൊക്കെ പല രീതിയിലും പല സ്ഥലത്തും പ്രചരണം നടത്തുന്ന ആശ തൃപ്പൂണിത്തറ എന്ന് പറയുന്നവർ അവരുടെ വീഡിയോയ്ക്ക് ഒരു അഭിമുഖം കൊടുക്കുന്നത് പോലെ ഈ പ്രവീണിനോടൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനിടയായത്. മനുഷ്യാവകാശ പ്രവർത്തകൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തക എന്ന രീതിയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആശ തൃപ്പൂണിത്തറ. ഇവർ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ തന്നെ ഒരു സംഘടന ഉണ്ടാക്കി അവർ തന്നെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മുന്നോട്ട് പോകുക എന്നല്ലാതെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയിൽ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ FIR ഉണ്ട്. എൻ്റെ മോൻ്റെ സുഹൃത്തിൻ്റെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ FIR ഉണ്ട്. മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലുള്ള FIR ജാമ്യത്തിലാണ്. മണ്ണാർക്കാട് സ്റ്റേഷനിലെ കേസിൽ അവർ ജാമ്യം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പല ആളുകളെയും പാവപ്പെട്ട പെൺകുട്ടികളടക്കം ചൂഷണം ചെയ്തിട്ടുള്ള അവരുടെ ഓഫീസിൽ ബലമായി വെച്ചുകൊണ്ട് അവരുടെ തമ്പിടിച്ച പരാതികളുണ്ട്. അത് ആ തെമ്പ് പോലീസ് ഇടപെട്ട് തിരിച്ചു മേടിച്ച് കൊടുത്തു എന്നാണ് ശിവദാസൻ ചേട്ടൻ പറയുന്നത്. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പരാതി ഓൾറെഡി പോലീസിൽ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ദിവസം ചാനലുകളിൽ വന്നൊരു വാർത്തയും കൂടെ ഞാൻ കാണിക്കാം. ഇതിനകത്ത് പരാതി നിസ്സാരമാണ്. ഇദ്ദേഹത്തിൻ്റെ മകനെ ഗൾഫിലേക്ക് വിടാന്ന് പറഞ്ഞാൽ കുറേ പൈസ മേടിച്ചു, ആൾ നെയ്സിന് മുങ്ങി. അപ്പോൾ ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. വഴികളുണ്ട്. മനുഷ്യാവകാശ സംഘടനയുടെ പേര് വെച്ചാൽ എല്ലാമായോ എന്നതാണ് ചോദ്യം. മലപ്പുറം സ്വദേശി നൽകിയ പരാതി കാണുമ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണെന്ന് തോന്നുന്നു. മലപ്പുറം മേലാറ്റൂർ സ്വദേശി ശിവദാസനാണ് പരാതിക്കാരൻ. ശിവദാസന്റെ മകനും സുഹൃത്തിനും ബഹ്റൈനിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 4.25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ആശയുടെ സുഹൃത്ത് ശ്യാമിന്റെ ബന്ധുവിന്റെ പിടിപാടിൽ ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പരാതിയിൽ പറയുന്നു. ആളുകളുമായി ഇടപെട്ടും വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുമാണ് ഇവർ തട്ടിപ്പിനെ കളമൊരുക്കിയിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു.
ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇവർ ഓഫീസ് ഇട്ടിരുന്നത്. ഭാര്യയുടെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തിയാണ് മകന് ജോലി ലഭിക്കാൻ താൻ ആശയ്ക്ക് പണം നൽകിയതെന്ന് ശിവദാസൻ പറഞ്ഞു. കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ആരും അറിയില്ല, മാഡത്തിന് അറിയുള്ളൂ, മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. മുഴുവൻ പൈസ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് നടത്തിയിട്ടുള്ളത്. മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ഇവർ തട്ടിപ്പിന് കളമൊരുക്കുകയായിരുന്നുവെന്ന് സംശയിക്കുന്നതായും പരാതിക്കാരൻ പറഞ്ഞു. ആളുകളിൽ വിശ്വാസ്യത ജനിപ്പിക്കാനും ആധികാരികത തോന്നിക്കാനുമാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയത്തിൽ തന്നെ സംഘടനയുടെ ഓഫീസും തരപ്പെടുത്തിയതെന്ന് സംശയിക്കുന്നു. സർക്കാർ മുദ്രയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മുദ്രയാണ് ഇവരുടെ സംഘടന ഉപയോഗിച്ചിരുന്നതെന്ന് കാണാം. ഇവർക്കെതിരെ കൊച്ചി സിറ്റി പോലീസിലും പരാതിയുണ്ട്. ആശ, ശ്യാം എന്നിവർക്കെതിരെ മലപ്പുറം മേലാറ്റൂർ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തു. പരാതി ഉയർന്നതോടെ കോൺഗ്രസ് എസ് മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇവരെ നീക്കി. മാതൃഭൂമി ന്യൂസ്. അതായത് ഈ ചേച്ചിയെ വിശ്വസിച്ച് ചേട്ടൻ പൈസ കൊടുത്തു, മകനെ ഒന്ന് രക്ഷപ്പെടുത്തി, കുടുംബം എങ്ങനെയും രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പം പൈസയില്ല, ജോലിയില്ല. ശിവദാസൻ ചേട്ടൻ ആലാരേ ഗോവിന്ദ ആരേ ഗോവിന്ദ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാഹചര്യത്തിൽ നമുക്കിത് ശരിയാണെന്ന് അറിയണമല്ലോ. അങ്ങനെ ആശ തൃപ്പൂണിത്തറ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു റെസ്പോൺസ് മറ്റൊരു യൂട്യൂബ് ചാനലിൽ പുറത്ത് വന്നിട്ടുണ്ട്. ആ റെസ്പോൺസ് ഞാൻ മൊത്തം ഒന്നും കേൾപ്പിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇവരുടെ വോയിസ് തന്നെ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അതുകൂടെ ഒന്ന് കേട്ടോളൂ. ഞാൻ വിളിക്കാം. പിന്നില്ലേ ആരോ ഒരു ആള് വിളിച്ചു എന്ന് പറഞ്ഞു, ഗൾഫുകാരനാണ്, മെസ്സേജ് ഇട്ടേക്കനെയാണ്. ഗൾഫുകാരൻ ആരോ വിളിച്ചു. അപ്പോൾ അയാളോട് ഞാൻ എൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു, വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ നാട്ടിലാന്ന് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശിവദാസ് എല്ലാവരെങ്കിലും അവിടെ ബഹറിലുണ്ടെങ്കിൽ ആളുടെ നമ്പർ കൊടുക്കുക, അവർ തമ്മിൽ സംസാരിക്കില്ല പോയിട്ട്. അല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അതിൽ അവൻ പൈസ തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈസ കാര്യത്തിൽ ശിവദാസേട്ടൻ മേടിക്കണ്ട, അവൻ തന്നില്ലെങ്കിൽ ഞാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ശിവദാസേട്ടനോടും മേടിക്കണ്ട, ശിവദാസേട്ടനോട് മേടിച്ച എൻ്റെ അക്കൗണ്ടിലിട്ട് പൈസ ഞാൻ തരും, അതിന് പേടിക്കേ വേണ്ട. അതിൻ്റെ കുടുംബം വിട്ടിട്ടാണെങ്കിൽ ഞാൻ തരും, അതിന് മേടിക്കണ്ട. അതെല്ലാവരും കുഞ്ഞു പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുള്ളൂ, അത്രേ ഉള്ളൂ. പൈസക്ക് മേടിക്കണ്ട ശിവദാസേട്ടൻ. എന്നെ വിശ്വസിക്കുന്നുണ്ട്, എന്നെ അറിയാമെങ്കിൽ ശിവദാസേട്ടൻ മേടിക്കണ്ട. ഓക്കെ. ചേച്ചിയെ വിശ്വസിച്ചാണ് ശിവദാസൻ ചേട്ടൻ ഇപ്പം മാനത്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ശിവദാസൻ ചേട്ടൻ പറയുന്ന മെയിനായിട്ടൊരു അലിഗേഷൻ, ഇവർ സ്വന്തമായിട്ടൊരു സംഘടന തുടങ്ങി, അതിനകത്ത് ഇവർ തന്നെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് നിൽക്കുകയാണ്, അത് മറ്റേ കമ്മീഷണർ ഓഫീസിനോട് ചേർന്ന് തുടങ്ങി, അത് വിശ്വാസ്യത വരുത്താനാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ശിവദാസൻ ചേട്ടൻ പറയുന്നത് ശരിയാണോ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും അവരുടെ ലോഗോ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു NGO അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തോ ആട്ടെ, അവർക്കൊരു വെബ്സൈറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ മാത്രമാണ് ഇവർ ഓടുന്നത്. ഫേസ്ബുക്ക് പേജും ഒരു നമ്പരും വാട്സപ്പും, ഇതിൽ മാത്രമാണ് ഓടുന്നത്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പില്ലേ? എന്നിരുന്നാലും നമുക്ക് ഇവരുടെ ലോഗോ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം, നിങ്ങൾ ആ ഫോറത്തിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. FOURM ഇതാണ് ഇവരുടെ ഒരു ലോഗോയുടെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനെ അനുസ്മരിപ്പിക്കുന്ന പോലെ 2 ആനയുടെ പടം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കോടതിയിലെ ആ ഒരു സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്, HRJVF എന്ന് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ EKMTC672 2016 കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2016 ഈ ഇങ്ങനൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രജിസ്റ്റർ നമ്പരും ഈ കേരള ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ഇവർ ഫേസ്ബുക്കിൽ മാത്രം ഒരു പേജ് വെച്ചിട്ടാണ് ഈ സാധനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ചെന്നിട്ട് ഇവരുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 2017 സെപ്റ്റംബർ 16 ഇവർ ഇങ്ങനൊരു പേജ് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേതിൻ്റെ പേര് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം, FORAM, ശരിയായ സ്പെല്ലിങ് FOURM. എന്നിട്ട് 2022 നവംബർ 18 ഇവർ ഈ തെറ്റ് തിരുത്തുകയും ചെയ്തത്. അതായത് വർഷങ്ങളോളം ഇവർ ഈ ഒരു സ്പെല്ലിങ് തെറ്റോടെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജ് മുന്നോട്ട് കൊണ്ടുപോയി. അത്രയ്ക്ക് പോലും അറിവില്ലാത്തവരാണോ ഈ ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്നത്? ഇനി അത് നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ ഇവരുടെ ID കാർഡും ഡീറ്റെയിൽസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമ്മൾ ലോഗോ നോക്കുമ്പോഴത്തേനും ഗവൺമെൻറ് ലോഗോ ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ലോഗോ വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇവരുടെ ID കാർഡ് പരിശോധിക്കുമ്പോഴത്തേനും ഗവൺമെൻറ് സ്റ്റാഫ് ഇടുന്നതിന് തുല്യമായ അല്ലെങ്കിൽ അതിനോട് ഒരുപാട് സാദൃശ്യമുള്ള ID കാർഡും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇട്ടിരിക്കുന്നത്. മറ്റേ അതിനകത്ത് പറയത്തില്ലേ പൗലോസ്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വ്യത്യാസമില്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതേപോലെയാണ് ഇവരുടെ ID കാർഡ് വന്നിരിക്കുന്നത്. ഇവരെവിടെ പോയാലും ഈ ID കാർഡ് എടുത്തിട്ട് ചാമ്പുന്നുമുണ്ട്. ഇനി അത് മാത്രമല്ല, ഇവർ ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ട് ഫേസ്ബുക്കിൽ ഈ ഹ്യൂമൻ ജസ്റ്റിസ് വിജിലൻസ് ഫോറം എല്ലാവർക്കും ഓണാശംസകൾ പറയുന്നുണ്ട്. ആ ഓണാശംസകൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൊരുത്തക്കേടതിൽ തോന്നുന്നുണ്ടോ എന്ന് പറയാം. ഇല്ലെങ്കിൽ പൊരുത്തക്കേടെന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയ പൊരുത്തക്കേട് കേട്ടോ, ഇതൊന്നും കൊണ്ട് ഇവർ ഫ്രോഡാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്ക് തോന്നിയ സംശയങ്ങൾ മാത്രം. നമസ്കാരം. ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആശ തൃപ്പൂണിത്തുറ.
ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിലുള്ള എല്ലാ മെമ്പർമാർക്കും എന്റെ ഓണാശംസകൾ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇല്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ റിവേഴ്സ് പോയി ശ്രദ്ധിച്ചോളൂ. ഇവർ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആശാ തൃപ്പൂണിത്തുറ. ഈ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള ഇവരെന്താ ഇത്രയും സൈലൻ്റ് ആക്കിയത്? അത് അവരുടെ പൊസിഷനല്ല, അതല്ല അവർ ഊക്കി പറയേണ്ട. ഊക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് പറയേണ്ടത്. പക്ഷേ അതൊന്ന് താത്തി പറഞ്ഞു. ആ സാധനം പുറത്തേക്ക് പോകുന്നതിന് അവർ താല്പര്യമില്ല. കാരണം ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് ഇവർ ചിന്തിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഒരാളെ വഞ്ചിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു NGO ആണ് നടത്തുന്നത്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അതായത് ഗവൺമെൻറ് അല്ല, അതുപോലെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഓർഗനൈസേഷനാണ്. ഇതൊരു റൂളിംഗ് ബോഡിയൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേര് മനുഷ്യാവകാശ പേരും പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും NGO എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കപ്പെടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരുടെ ഈ NGO ശരിയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളെങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കഴിഞ്ഞാൽ ദർപ്പൺ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് ഇവരുടെ NGOയുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ഇവരുടെ NGOയുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു സാധനം നിലവിലുണ്ടോ എന്നുള്ള സാധനം. അപ്പോൾ ഇവരുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നല്ലോ, EKMTC 672 2016. മറ്റേ ബാറൊക്കെ ഉണ്ട് കേട്ടോ, ബാറിലല്ലോ സ്ലാഷ്. അപ്പോൾ അതാണ് ഇവരുടെ ID എന്ന് പറയുന്നത്. ഈ ID വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന പക്ഷം കിട്ടും. അതിനകത്ത് നമുക്ക് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സെക്ടർ, NGO ടൈപ്പൊക്കെ വെച്ച് നോക്കാം, അല്ലെങ്കിൽ NGOയുടെ നെയിം വെച്ച് നോക്കാം, അല്ലെങ്കിൽ യുണീക്ക് ID വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഈ യുണീക്ക് ID ആയിട്ട് ഒരു സാധനം വെച്ച് കൊടുത്ത് നോക്കി. അത് ഈ രജിസ്ട്രേഷൻ അല്ല കേട്ടോ, യുണീക്ക് ID എന്ന് പറയുന്നത് വേറെയാണ്. അതൊക്കെ ഞാൻ പിന്നീട് കണ്ടുപിടിച്ചത്. ഇവരുടെ പേര് വെച്ച് ഞാൻ നോക്കി, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഈ ദർപ്പൺ സോഫ്റ്റ്വെയറിൽ വെബ്സൈറ്റിൽ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തതായിട്ട് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു സാധനം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവരുടെ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്നൊരു സാധനം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നൊരു അനുമാനത്തിലാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനിത് പലതരത്തിൽ സെർച്ച് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ കയറി മറ്റ് ചില NGOയുടെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കി. അത് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവർ രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള നമുക്കൊരു ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ് എന്താണ് ഈ ദർപ്പൺ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ NGO ദർപ്പൺ പോർട്ടൽ ഈസ് എ പ്ലാറ്റ്ഫോം. NGO ദർപ്പൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വെൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ can register themselves to obtain a unique identification number. NPOs, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ഇത് കൊടുക്കാം. NGO ഉണ്ട് കേട്ടോ, NPO മാത്രമല്ല, ഇവർക്കെല്ലാവർക്കും ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. ആ നമ്പറാണ് അവർ ചോദിച്ചത്. ഈ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത്? ദിസ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ NPO ഹൂ ആർ സീക്കിംഗ് ഗ്രാൻഡ് ഫ്രം മിനിസ്റ്റേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ മേടിക്കുന്ന, സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ മേടിക്കുന്ന, ഗ്രാൻറ്റുകളൊക്കെ മേടിക്കുന്ന എല്ലാ NPOസിനും NGOസിനും എല്ലാം ഈ ഒരു യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആവശ്യമാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് മേടിക്കുന്നവർ ഇങ്ങനൊരു നമ്പർ എടുത്ത് വെക്കുന്നത്? As per the Prevention of Money Laundering Amendment Rule, all financial institutions have been maintained to ensure NGO ദർപ്പൺ unique ID for NPO opening and opening account. അതായത് സിമ്പിൾ ഇത്രയുള്ളേ, ഇവർ മണി ലോണ്ടറിങ്, മറ്റേ കള്ളക്കടത്തും കുഴൽപ്പണമൊന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഗ്രാൻറ്റ് മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഫണ്ടുകളും കാര്യങ്ങളും എല്ലാം വാങ്ങുക. അപ്പോൾ നമ്മളീ പറയുന്ന ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ടീം അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാഭത്തിന് വേണ്ടി അല്ലാന്നോ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ആണെന്നോ നമ്മൾ വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കുമ്പോഴത്തേനും ഇവർക്കൊരു അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രോഗികളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ നിൽക്കുന്ന പടങ്ങളെല്ലാം ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. ഇവർ ജൂൺ 5, 2022 ഇട്ടൊരു പോസ്റ്റാണ്. ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം തൃപ്പൂണിത്തുറ മരട് SDVL LP സ്കൂളിൽ പഠനോപകരണങ്ങളും കുടയും ബാഗും SDV LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിന്ധു ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ HRJVS സംസ്ഥാന പ്രസിഡന്റ് ആശാ തൃപ്പൂണിത്തറ കുട്ടികൾക്ക് വിതരണം ചെയ്തു എന്നുള്ള സാധനമാണ് ഇവരിട്ടേക്കുന്നത്. അപ്പോൾ സ്കൂളിലുള്ള കുട്ടികൾക്ക് കുടയും ബാഗും കാര്യങ്ങളെല്ലാം സംഭാവന ചെയ്തു. ഇത് നമുക്കൊരു ആവറേജ്, ഒരു ഏറ്റവും മിനിമം ഒരു 100 പിള്ളേരെന്നുള്ള ചിന്തിക്കുക. 100 പിള്ളേർക്ക് ഇവർ ബാഗും കുടയും സാധനങ്ങളും എല്ലാം സംഭാവന ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇനി 2021 ഓഗസ്റ്റ് 9 ഇവരിട്ടൊരു പോസ്റ്റാണ്. എറണാകുളം ജില്ലയിൽ ഞാറക്കൽ പഞ്ചായത്തിലെ 8ാം വാർഡിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കുന്ന കുടുംബമായ പേര് ഞാൻ പറയുന്നില്ല,
മകൾ, അതും പേര് ഞാൻ പറയുന്നില്ല, 10ാം ക്ലാസ് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ ഇല്ലാത്തതിന് ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എറണാകുളം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, മൊബൈൽ ഫോൺ നൽകി. ഓക്കെ, മൊബൈൽ ഫോൺ പഠനകാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ പറ്റുന്നൊരു ഫോൺ മിനിമം ഒരു 7000 രൂപ നമുക്ക് കണക്കാക്കാം. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, മറ്റൊരു പോസ്റ്റ് ഇവരിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണത്തിനായി HRJVF സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ആശ തൃപ്പൂണിത്തറ, സ്ഥലത്തിൻ്റെ പേര്, ബ്രാഞ്ച് സെക്രട്ടറി ഇന്ന ആൾക്ക് കൈമാറുന്നു. അതായത് അതിഥി തൊഴിലാളികളുള്ള ഭക്ഷണ കിറ്റ് ഒരു 30 അതിഥി തൊഴിലാളികൾ നമുക്ക് ഏറ്റവും മിനിമം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വെക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? ഇത് മറ്റൊരാൾ സ്പോൺസർ ചെയ്തതായിട്ട് പറയുന്നില്ല, ഈ ഫണ്ടിൻ്റെ ഉറവിടം പറയുന്നില്ല, ഇത് മറ്റൊരാൾ സ്പോൺസർ ചെയ്തതല്ല, ഈ ഫണ്ടിൻ്റെ ഉറവിടം ഇല്ല, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് എങ്ങനെയൊന്നും നമുക്ക് കാണിക്കുന്നില്ല, ഇത് എവിടോട്ടാണ് പോയെന്ന് കാണിക്കുന്നില്ല. ഇതൊന്നും നമ്മളെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്കിതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെല്ലാം അപേക്ഷിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവർ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം ജില്ല നടത്തുന്ന ഏകദിന ബോധവൽക്കരണ ക്ലാസും സൗജന്യ തയ്യൽ മിഷൻ വിതരണവും. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് കാശ് മുടക്കുന്നുണ്ട്. ഈ കാശ് മുടക്കാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് വ്യക്തമാകുന്നില്ല. പിന്നെ ഈ ശിവദാസൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ ഇന്ന പോലീസുകാരുടെ അടുത്ത റൂം എടുത്തത് ഇതുപോലെ തന്നെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. ഈ ID കാർഡിനകത്ത് മിസ്ലീഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു, ലോഗോയിൽ മിസ്ലീഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇവർ NGO ആണെന്നുള്ളത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് ഇവർ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ റൈറ്റ്സിനെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സമ്പൂർണ്ണ ലംഘനമാണ്. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. പ്രണവ് പ്രവീണിൻ്റെ കാര്യത്തിൽ ഇവർ ചെയ്തത്. കാരണം അവരൊന്ന് ഈ പ്രശ്നങ്ങളും സൈബർ ബുള്ളിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ ഇൻ്റർവ്യൂ വന്ന് ഇവർ വീണ്ടും കയറ്റിവിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ബേസിക്കലി ഒരാളുടെ പേര് 1 കേസ് വന്നു, ഓക്കെ, ഒരാളുടെ പേര് 2 കേസ് അബദ്ധത്തിൽ വന്നു, ഓക്കെ, 3, 4, 5 കേസ് ഒരാളുടെ പേരിൽ അബദ്ധത്തിൽ വരില്ല. അപ്പോൾ ഇത്രയും കേസുകൾ വരുമ്പോഴത്തേനും അതും പല പല മേഖലയിൽ എല്ലാം സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരെന്തൊക്കെയോ ചില അലിഗേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനൽ ആ ഒരു ഇട്ട വീഡിയോ 2M വ്യൂസിന് എബവ് പോയി. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവരതിൽ നിന്ന് പ്രോഫിറ്റ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത് തിരുത്താനോ ഹ്യൂമൻ റൈറ്റ് ഇടപെടലെന്ന് അവരിട്ടേക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറം ഇടപെടലെന്ന് അവരിടണം, അത് ഇട്ടിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നത്. ഒരാൾ കേസ് കൊടുത്തപ്പോഴത്തേന് ആ ഭാഗം മാത്രം ട്രിം ചെയ്ത് കാണിച്ചു. ബേസിക്കലി അവരൊരു പ്രോഫിറ്റ് മാത്രമാണ് ഉണ്ടാക്കിയത്. ഇനി ഇവർ ഈ ആശാ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന മാഡം അവരെയും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ബേസിക്കലി നമ്മളിതെല്ലാം നോക്കി കഴിയുമ്പോഴത്തേനും ഒരു ഫോറത്തിൻ്റെ സ്പെല്ലിംഗ് അറിയില്ല, NGO രജിസ്റ്റർ ചെയ്യുന്ന സൈറ്റിൽ ഈ സൈറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ഫ്രോഡാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയ സംശയം എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് ദാനങ്ങളും സംഭാവനകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് മൊബൈൽ ഫോൺ കൊടുക്കുന്നു, തയ്യൽ മിഷൻ കൊടുക്കുന്നു, സ്കൂളിലെ പിള്ളേർക്ക് ബാഗ് ഇതൊക്കെ കൊടുക്കുന്നു, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിന് ട്രാൻസ്പാരൻസി ഇല്ല. ഇത് എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് വരുന്നത്, ഇവർ ആരുടെ നിന്ന് പിരിച്ചിട്ടാണ് ഈ ചിലവാക്കുന്നത്, അവിടെ ഉള്ള മെമ്പേഴ്സ് തന്നെയാണോ ചിലവാക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. അത് മാത്രമല്ല ഇവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്കറിയില്ല, ഇവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇല്ല. ഇത് ശരിക്കും ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് തന്നെയാണ്. ഈ പറയുമ്പോഴത്തേനും ഞാൻ ഒന്ന് പറയാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സെയിം അനുഭവം ഞാനൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അവിടെ അത് പറയാൻ പറ്റില്ല, ഈ വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ നോക്കുന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പേരുമായിട്ട് സാമ്യമുള്ളൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. ആ പേര് ഇതാക്കുന്നു, അവരുടെ ഫണ്ട് റൂട്ട് ചെയ്യുന്നു. ഇതാണ് ആ ഒരു സംഘടനയുടെ മെയിൻ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ. ഇത് നമ്മളും ആദ്യം നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾ അതിൻ്റെ ഇതാക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്കൂട്ടായി. കാരണം ഇത് ലാസ്റ്റ് നമ്മുടെ തലയ്ക്കിരിക്കും. ഇപ്പോൾ ഈ ആശാ തൃപ്പൂണിത്തറയുടെ അത് പറയുന്നില്ല, നമ്മളെ അറിയത്തില്ല. നമ്മളൊന്ന് എത്ര ഡിഗ്രി പഠിക്കുമ്പോൾ കൊച്ചു പയ്യന്മാരാണ് നമ്മൾ, അതിൻ്റെ സ്റ്റേറ്റിൻ്റെ പദവി നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. സോ ഞങ്ങൾ നൈസിനെ സ്കൂട്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊരു തട്ടീര് നടക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും വേണ്ടടേ, നമുക്ക് എല്ലാത്തിനും ഗൂഗിളുണ്ട്. ഈ NGO എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോ, NGOയുടെ രജിസ്റ്റർ നമ്പർ മേടിക്കുക, ചെക്ക് ചെയ്യുക ഇങ്ങനെ ഒരു NGO ഉണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ പറ്റുമെങ്കിൽ തിരക്കുക. ഇനി NGO അല്ല, ഒരുത്തൻ ഗവൺമെൻറ് ഒഫീഷ്യലാന്ന് പറഞ്ഞ് ഒരു ID കാർഡ് കാണിക്കൂ സാർ, ID കാർഡ് ചെക്ക് ചെയ്യുക. നിങ്ങൾ എന്താണെങ്കിലും ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
പൂർണ്ണമായും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ അവർക്ക് കൈമാറുക. ഇല്ലാത്ത പക്ഷം നിങ്ങളെ 3G ആക്കാനുള്ള എല്ലാ വകുപ്പും ഇവർ നോക്കുക. ഈ ആശാത്ര പൂണിത്തറ എന്ന് പറയുന്ന ഇവരുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് 2017 മുതൽ 18, 19, 20, 21, 22, 23, 24 7 വർഷം ഇവരൊരു സ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുവെ ട്രാൻസ്ഫറോ പ്രമോഷനോ സ്ഥാനക്കയറ്റോ സ്ഥാനമിറക്കമോ എന്തെങ്കിലും സംഭവിക്കട്ടെ, ഒന്നുമില്ല. അപ്പോൾ ഇവർ തന്നെ തുടങ്ങി, ഇവർ തന്നെ ആ ഒരു പ്രൈഡ് നിർത്താൻ വേണ്ടി ചെയ്യുന്നൊരു സ്ഥാപനമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റാണ്, അത് തിരുത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇത് സമ്പൂർണ്ണമായും എൻ്റെ ഇവാലുവേഷനും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ സംശയങ്ങളും മാത്രമാണ്.